അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ നമ്മുടെ ഹുസ്നുൽ ഖുൽഖിൽ നല്ല സ്വഭാവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് പുഞ്ചിരി എന്നുള്ളത്. അത് മാത്രം ഗൗരവമുള്ള ഒരു അമലാണ്. മുത്തുനബി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, തബസ്സുക ഫി വജ്ഹി അഖീക സ്വദഖത്തുൻ. നിന്റെ കൂട്ടുകാരനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് അത് വലിയൊരു സ്വതക്കയാണ് എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയൊരു ഗൗരവമുള്ള ഒരു ഹദീസാണ്. കാരണം നേർക്ക് നേരെ മുഖം നോക്കി സംസാരിക്കാനും പുഞ്ചിരിക്കാനും സമയമില്ലാത്തവരായിപ്പോയി നമ്മൾ. സ്വന്തം ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കള്, കൂട്ടുകാർ, അയൽവാസികൾ, കുടുംബക്കാർ തമ്മിൽ സംസാരിക്കലോ ചിരിക്കാനോ അതിനൊന്നും ഇന്ന് സമയമില്ലാതെ ആയിപ്പോയി. അങ്ങനത്തെ ഈ സമയത്താണ് ഈ ഹദീസിന് വലിയ പ്രാധാന്യമുള്ളത്. നിന്റെ കൂട്ടുകാരനെ നോക്കുന്നു പുഞ്ചിരിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? അത് വലിയ സ്വതക്കയാണ്. കേൾക്കുമ്പോൾ ഇത് ചെറിയൊരു വിഷയമാണല്ലോ, എന്തിനാണ് ഇത്രമാത്രം സ്വതക്കയുടെ കൂലി, പ്രതിഫലം? സ്വതക്ക നൽകുക എന്ന് പറയുന്നത് അത് ചെറിയ വിഷയമൊന്നുമല്ലല്ലോ. സ്വതക്കൊന്ന് കൊടുത്തു വിടുക എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ലോ. അപ്പൊ അതിനുള്ള പ്രതിഫലം ഇതിന് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ വിഷയമൊന്നുമല്ല. അത് ഒരാളെ കൊണ്ട് സാധിക്കുകയില്ല. തൗഫീഖുള്ളവനെ കൊണ്ട് മാത്രമേ, ഖൽബിൽ ഈമാനുള്ളവനെ കൊണ്ട്, ഖൽബിൽ ചതിയും വൈരാഗ്യം ഇതൊന്നും ഇല്ലാത്തവനെ കൊണ്ട് മാത്രമേ ഒരാളെ മുഖം നോക്കി ചിരിക്കാൻ, പുഞ്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ ഗൗരവത്തോടു കൂടെ കാണണം. ബഹുമാനപ്പെട്ട ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സുമ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഒരിക്കലും പോലും മുത്തനബിയെ പുഞ്ചിരിക്കുന്നതല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. മുത്തനബിയുടെ മറ്റൊരു മുഖം ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. ഏത് സമയത്താണെങ്കിലും ഒരാളെ മുത്തനബിയെ മുഖത്തിലേക്ക് നോക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം ആ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. അതെ, ഒരാൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാകും നമ്മളെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ. അതേ സമയത്ത് ഒരാൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ, അത് നമ്മൾ അങ്ങോട്ട് ഒരാളെ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ഒരാളിങ്ങനെ പുഞ്ചിരിച്ച് കാണിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമുണ്ടാകും. അപ്പോൾ അതാണ് ആര് നമ്മളെ കാണുമ്പോൾ നമ്മളെല്ലാവരും പുഞ്ചിരിച്ച് കാണിച്ചു കൊടുക്കണം. അത് വലിയൊരു തൗഫീഖാണ്. മഹാന്മാർ പറയുന്നു, ഫഅല മഖാമാതി മൻ കാന ബഖാഅൻ ബില്ലൈലി ബസ്സാമൻ ബിന്നഹാർ. ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല അടിമയുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ അവൻ രാത്രി സമയത്ത് ധാരാളം കണ്ണീരൊലിപ്പിക്കുന്നവനാകും, ബേജാറാകുന്നവനാകും. ആർക്കും അറിയാതെ റബ്ബിന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിക്കുന്നവനാണ്. അതേ സമയത്ത് പകൽ സമയത്തോ ബസ്സാമൻ ബിന്നഹാർ, നല്ല പുഞ്ചിരിയോടുകൂടെ എല്ലാവരെ കാണുമ്പോൾ നല്ല പുഞ്ചിരിയായിരിക്കും. രാത്രിയാണെങ്കിലോ നല്ല കരച്ചിലാണ്. ആരെ മുമ്പിൽ? അള്ളാഹുവിന്റെ മുമ്പിൽ. അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യന്മാരെ മുമ്പിൽ കൂട്ടുകാരെ കാണുമ്പോൾ നല്ല പുഞ്ചിരിയാണ്. അതാണ് മഹാന്മാർ, ഔലിയാക്കന്മാരുടെ സ്വഭാവമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്.